ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലേൺ വെൽ. എൻ്റെ പേര് മുഹമ്മദ് തഫീം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഗാൽവാനിക് സെല്ലിനെ പറ്റിയാണ്. ഗാൽവാനിക് സെല്ലിന്റെ ഫീച്ചേഴ്സ്, അതിൽ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്, എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്, എങ്ങനെ ആനോഡിനെ കണ്ടെത്താം, എങ്ങനെ കാഥോഡിനെ കണ്ടെത്താം, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തന്നു എന്താണ്, മഗ്നീഷ്യം സിൽവർ ഈ രണ്ട് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആനോഡ് ആരായിരിക്കും, കാഥോഡ് ആരായിരിക്കും, അതുപോലെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ്, ഓക്സിഡേഷൻ ആൻഡ് റെഡ്യൂസിങ് റിയാക്ഷൻസ് ഏതൊക്കെയായിരിക്കും, ഇത്ര എഴുതാൻ ഇത്ര ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് അതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് മഗ്നീഷ്യം ആൻഡ് സിൽവർ ആണ്, Mgയും Ag. മഗ്നീഷ്യം സിൽവർ സെല്ല്, ഈ മഗ്നീഷ്യം സിൽവർ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോഡ്സ് ആയിട്ട് എടുക്കണം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി എന്താണ്, HRM ORA, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഓക്സിഡേഷൻ റിഡ്യൂസിങ് ഏജന്റ് ആനോഡ്. ആ ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആനോഡ് ആരാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഹൈലി റിയാക്റ്റീവ് മെറ്റലിൽ എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ നടക്കും. ആ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയിരിക്കും ആനോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയിട്ട് മഗ്നീഷ്യം ഉണ്ട്, നമുക്ക് സിൽവർ ഉണ്ട്. ഇതിൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ മഗ്നീഷ്യം ആണ്, സിൽവറിന് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോ ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ്, മഗ്നീഷ്യത്തിനാണ്. അതുപോലെ ആനോഡും ആര് തന്നെയാണ്, മഗ്നീഷ്യം തന്നെയാണ്. അപ്പൊ നമ്മള് ആനോഡ് മഗ്നീഷ്യം, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ, മഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ്. അപ്പൊ മഗ്നീഷ്യം എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. അപ്പോൾ മഗ്നീഷ്യം gives Mg2 plus 2 ഇലക്ട്രോൺസ്. മഗ്നീഷ്യം എന്ത് ചെയ്യും, Mg2 plus ആയിട്ട് മാറും, 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. ഓക്കെ, ഇനി സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സിൽവർ എന്താണ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു എലമെന്റ് ആണ്. അത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. പക്ഷെ +2 എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, 2+ എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുള്ളൂ. കോമൺലി മാത്രമല്ല അങ്ങനെ കാണിക്കുന്ന എന്താണ്, സോൾട്ട്സ് ഒക്കെ വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. ഫ്ലൂറിനായിട്ട് സിൽവർ ഫോം ചെയ്യുന്ന സാൾട്ട്സ് ഒക്കെയാണ് സാധാരണ ഇതിൽ അങ്ങനെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. നോർമൽ കേസസിൽ സിൽവർ എപ്പോഴും എന്തായിരിക്കും, +1 ആയിരിക്കും സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ബാലൻസ് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ സിൽവർ എന്ത് ചെയ്യാണ്, ഇവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്, ഓക്സിഡൈസിങ് ഏജന്റ്, അതായത് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, നമ്മുടെ ആനോഡ് മഗ്നീഷ്യമാണ്. അപ്പോൾ കാഥോഡ് സ്വാഭാവികമായിട്ട് ആരാണ്, സിൽവർ ആണ് നമ്മുടെ കാഥോഡ്. കാഥോഡിന് എന്ത് സംഭവിക്കുകയാണ്, കാഥോഡ് ഇലക്ട്രോൺസിന് റിസീവ് ചെയ്ത് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, Ag+. നമ്മുടെ മഗ്നീഷ്യം എത്ര ഇലക്ട്രോൺ റിലീസ് ചെയ്തു, 2 ഇലക്ട്രോൺ റിലീസ് ചെയ്തു. അപ്പോൾ സിൽവർ എത്ര ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം, 2, ഇക്വേഷൻ ബാലൻസ് ആവണമെങ്കിൽ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ 2Ag+ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. കാരണം എന്താ, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. 2Ag+ + 2 ഇലക്ട്രോൺസ് gives 2Ag. അപ്പൊ എന്തായി, 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് നമ്മുടെ സിൽവർ റിഡ്യൂസ് ആയി. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി, 0 എന്ന അവസ്ഥയിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, അപ്പൊ റിഡ്യൂസ് ആയി. ഇതാണ് മഗ്നീഷ്യം സിൽവർ ഇലക്ട്രോഡ് വരാണെങ്കിൽ ഉണ്ടാകുന്ന അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് സെല്ലിനെയാണ്. അപ്പോൾ ആ സെല്ലിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരു കാര്യമാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നൊരു സംഗതി. നമ്മൾ 8th തൊട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ ഒന്നുമല്ല, എന്താ, ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ കൂടി എന്ത് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോലൈറ്റ് അതിന്റെ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നതിനാണ് എന്താ പറയുക, നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് ആദ്യം അറിയണം. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ഓർ അക്വസ് ഫോംസ് ആൻഡ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ടൈപ്പ് സബ്സ്റ്റൻസ് ആണ്. അവരെന്ത് ചെയ്യുക, അവർ അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. അല്ലാത്ത അവസ്ഥയിൽ കണ്ടക്ട് ചെയ്യണമെന്നില്ല, സോളിഡ് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന എന്താണ് വസ്തുക്കളെ, സബ്സ്റ്റൻസിനാണ് എന്താ പറയുക, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ആസിഡ്സ്, ആൽക്കലീസ്, സോൾട്ട്സ്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് നമ്മൾ electrolytes ആയിട്ട് ഉപയോഗിക്കുക. Acids, alkalis and salts are electrolytes in their molten state or
അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഈ ആസിഡ്സും ആൽക്കലീസും സോൾട്ട്സും അവരുടെ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ എന്താണ് ഒരു ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആണ്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോലൈറ്റ്. ഇതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിലൂടെ കെമിക്കൽ എനർജി ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുമ്പോൾ വരുന്ന കെമിക്കൽ ചേഞ്ച്, ആ ഒരു ചേഞ്ചിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡയഗ്രാം അവിടെ കാണാം. അതിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്താ, ഈ ഇലക്ട്രോലൈറ്റ് അതിൻ്റെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, ആ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോലൈറ്റ്സ് വർക്ക് ചെയ്യുക. ഇങ്ങനെ ഈ പോസിറ്റീവ് നെഗറ്റീവായിട്ട് സ്പ്ലിറ്റ് ആവുന്നതിനാണ് എന്താ പറയുക, ഇലക്ട്രോളിസിസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസിന് ഭയങ്കര റോളുണ്ട്. അപ്പോൾ എന്താണ് ഇവ രണ്ടും കുറച്ച് ചിലപ്പോൾ നമ്മൾ മറന്നു വേണ്ടത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പോസിറ്റീവ് അയോൺസ് നമ്മൾ വിളിക്കുന്നത് കാറ്റിയോൺസ് എന്നാണ്. ഓക്കെ, പോസിറ്റീവ് അയോൺസ് കാറ്റിയോൺസ് ആണ്, നെഗറ്റീവ് അയോൺസ് ആനയോൺസ് ആണ്. ഓക്കെ, പോസിറ്റീവ് അയോൺസ് നമ്മൾ വിളിക്കുക കാറ്റിയോൺസ് എന്നും നെഗറ്റീവ് അയോൺസ് നമ്മൾ ആനയോൺസ് എന്നാണ് വിളിക്കുക. അപ്പോൾ കാറ്റിയോൺസിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവും പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവും പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആനയോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറവും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറവും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ആർക്ക്, ആനയോണിന്. അപ്പോൾ ഒരു ന്യൂട്രൽ ആറ്റത്തിന് എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ന്യൂട്രൽ ആറ്റം ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, കാറ്റിയോൺ ആയിട്ട് മാറും. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാലോ ആനയോൺ ആയിട്ടും മാറും. ഇങ്ങനെയാണ് കാറ്റിയോൺ ആനയോൺ ഉണ്ടാവും. ഓക്കെ, ബേസിക് ആയിട്ട് പറഞ്ഞു തന്നോളൂ. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഈ പോസിറ്റീവ് അയോൺസ് ആണ് കാറ്റിയോൺ, ഈ നെഗറ്റീവ് അയോൺസ് ആനയോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെല്ലിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഗാൽവാനിക് ഓർ വോൾട്ടൈക് സെല്ലാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോലിറ്റിക്സ്. ഈ ഇലക്ട്രോളിസിസിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന സെല്ലിനാണ് എന്താ പറയുക, ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. മറ്റേതിൽ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആയിരുന്നു. ഇത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ് ഇതിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഒരു ബാറ്ററി ഉണ്ടാവും, അതൊരു സർക്യൂട്ടിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സർക്യൂട്ട് രണ്ട് ഇലക്ട്രോഡ്സിലേക്ക്, അതിൻ്റെ പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും ഓരോ ഇലക്ട്രോഡ്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. നെഗറ്റീവ് ഇലക്ട്രോഡ്, മറ്റേതിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ആനോഡായിരുന്നു ഇതിൽ ഗാൽവാനിക് സെൽ. പക്ഷേ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആരാണ്, കാഥോഡാണ്. പോസിറ്റീവ് ഇലക്ട്രോഡാണ് ഇവിടെ ആര്, ആനോഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, മറ്റേതിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിരുന്നു ആനോഡ്. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്, പോസിറ്റീവ് ഇലക്ട്രോഡാണ് എന്ത് ആനോഡായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോഡ്സിൻ്റെ പണിയെന്ന് വെച്ചാൽ സർക്യൂട്ടിൽ കൂടി വരുന്ന ഈ കറണ്ടിന് എന്ത് ചെയ്യുക, ഈ ഇലക്ട്രോലൈറ്റിലേക്ക് എത്തിക്കലാണ് ആരുടെ പണി, നമ്മുടെ ഈ ഇലക്ട്രോഡ്സിൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനോഡിലാണ് എന്ത് നടക്കുക, എപ്പോഴും ഓക്സിഡേഷൻ നടക്കുക. അതിന് ചേഞ്ച് ഇല്ല. ആനോഡിൽ തന്നെ എന്ത് നടക്കും, ഇവിടെയാണ് ഓക്സിഡേഷൻ. ഓക്കെ, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്, ഇവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക. റിഡക്ഷൻ നടക്കുന്നത് അപ്പോൾ എവിടെയാണ്, കാഥോഡിലാണ്. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മാറ്റമില്ല. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത്, ഓക്സിഡേഷൻ ആനോഡിൽ തന്നെ, റിഡക്ഷൻ കാഥോഡിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുകയാണ് ഇത് ഇലക്ട്രോളിസിസ് സംഭവിച്ചിട്ട് ഇതിൽ രണ്ട് ടൈപ്പ് അയോൺസ് ഉണ്ടാവും. ഇതിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും, നെഗറ്റീവ് അയോൺസും ഉണ്ടാവും. പോസിറ്റീവ് അയോൺസ് ഈ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും അട്രാക്റ്റ് ആയിട്ടാണ് ഈ ഒരു സംഗതി എന്ത് ചെയ്യുന്നത്, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബേസിക്കലി ഇതാണ് ഇതിൻ്റെ രൂപഭാവങ്ങൾ എന്ന് പറയുന്നതാണ്. ഒരു ബാറ്ററി ഉണ്ടാവും, ഒരു സർക്യൂട്ട് ഉണ്ടാവും, രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. അതിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡും പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡുമാണ്. ഓക്സിഡേഷൻ നടക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിലും റിഡക്ഷൻ നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിലുമാണ്. ഓക്കെ, ഇനി എൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, സോഡിയവും ക്ലോറിനും കൂടി ചേർന്നുണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ്. ഇതിൻ്റെ ഒരു ഇലക്ട്രോളിസിസ് എങ്ങനെയായിരിക്കും, ഇതിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ ഫോമിലുള്ള ഇതിൻ്റെ ഒരു ഇലക്ട്രോളിസിസ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്നാൽ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോണായിട്ട് സ്പ്ലിറ്റ് ആവും. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് Na+ഉം ഇതിൻ്റെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് Cl- ആണ്. ഇവിടെ കാണുന്നത് പോലെ NaCl Na+ഉം Cl- ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഈ പോസിറ്റീവ് Na+ എങ്ങോട്ട് അട്രാക്റ്റ് ആവും,
നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്, കാഥോഡിലേക്ക്, നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആരാണ്? കാഥോഡ്. ഇങ്ങോട്ട് ആരാണ്? പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ആവും. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള Cl- എങ്ങോട്ട് അട്രാക്റ്റ് ആവും? പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിലേക്കും അട്രാക്റ്റ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കാഥോഡിൽ സോഡിയം ഫോം ചെയ്യും, ആനോഡിൽ ക്ലോറിൻ ഗ്യാസും ഫോം ചെയ്യും. ഇതാണ് ബേസിക്കലി മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്. എന്താ? പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ പോയിട്ട് നെഗറ്റീവ് ഇലക്ട്രോണിനോട് അട്രാക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് ഫോം ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള സോഡിയം പോയിട്ട് നെഗറ്റീവിൻ്റെ അടുത്തേക്ക് എത്തും, അവിടെ ചെന്ന് അവിടെ സോഡിയം ഫോം ചെയ്യും. ക്ലോറിൻ ഗ്യാസ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് അത് ആനോഡിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് അവിടെ പോയിട്ട് ക്ലോറിൻ ഗ്യാസും ഫോം ചെയ്യും. സിമ്പിളാണ്. ഇത്രയും മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു സെല്ലിൽ സംഭവിക്കുന്നുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എങ്ങോട്ട് പോകും? നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാനുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള ആൾ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് പോകും, നെഗറ്റീവ് ആയിട്ടുള്ള ആൾ പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് പോകും. ഇത്രയും മാത്രമാണ് ഈ ഒരു സെല്ലിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പോൾ ആനോഡിൽ ഫോം ചെയ്യുന്ന ആരാ? ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോണിന്. ആനോഡിൽ ഫോം ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആണ്. അപ്പോൾ ആനോഡിൽ Cl- ആനോഡിലേക്ക് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താവും? Cl ആവും, Cl2 ഗ്യാസ് ആവും, 2 ഇലക്ട്രോൺസ് ഇവിടെ ബാക്കിയാവും. ഓക്കെ, ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുക? കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ നമ്മുടെ ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള Na+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ട് Na ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ റിയാക്ഷൻ, ആനോഡിലും കാഥോഡിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. ഓക്കെ, ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഒരുപാട് അയോൺസ്, മറ്റേതിൽ സോഡിയം അയോണും ക്ലോറിൻ അയോണും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലെന്താണ്? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ടറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് സോഡിയം ക്ലോറൈഡ്. ഉപ്പ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, ഉപ്പ് കലക്കിയ വെള്ളം. അതാണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ സോഡിയവും ക്ലോറിനും, സോഡിയവും Cl- ഇത് കൂടാതെ ആരൊക്കെ ഉണ്ട്? H3O+, OH- H2O, ഇവയെല്ലാം എന്തുണ്ട്? നമ്മുടെ ഈ ഒരു ഇതിലുണ്ട്. ഇതിൻ്റെ കൂടെ Cl- ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടാതെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇവരൊക്കെ എക്സ്ട്രാ ആണ്. H3O+, OH- H2O, ഇവരൊക്കെ എക്സ്ട്രാ ആളുകളാണ്, വാട്ടറിൻ്റെ പാർട്ടായിട്ട് വരുന്നവരാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? Na+ഉം H3O+ ആണ് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ. അവരെങ്ങോട്ട് പോകും? കാഥോഡിലേക്ക്, നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഒരു ഇടി നടക്കും. ഒരു 2 ആൾ പോസിറ്റീവ് ഉണ്ട്, പക്ഷേ ഒരാൾക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ Na+ഉം H3O+ തമ്മിൽ അവിടെ ഒരു ഇടി നടക്കും. ഈ H3O+, ഹൈഡ്രോണിയം അയൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ, വാട്ടറിലേക്ക് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് H3O+ നമ്മൾ പറയാം ഹൈഡ്രോണിയം എന്നാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ, ഹൈഡ്രോണിയം അയോൺ. അപ്പോൾ ഈ ഹൈഡ്രോണിയം അയോണിന് എന്താണ്? റിഡ്യൂസ് ആവാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ സോഡിയത്തിന് മറ്റേതിൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ സോഡിയമാണ് ഫോം ചെയ്തത്. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ 2 പോസിറ്റീവ് ചാർജസ് തമ്മിൽ ഒരു മത്സരം നടക്കും. അതിൽ സോഡിയം തോറ്റു പോകും. എന്താ? H3O+, ഹൈഡ്രോണിയം അയോൺ എന്ത് ചെയ്യും? അതിനെ റിഡ്യൂസ് ചെയ്യാനുള്ള ആഗ്രഹം കൂടുതൽ, പവർ കൂടുതലാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ അതാണ്. ആനോഡിൽ നടക്കുന്നത് എന്താ? Cl- OH-, അവിടെ 2 ആളുകൾ തമ്മിൽ ഇടിയാണ്. അവിടെ Cl- 2 പേർക്കും നെഗറ്റീവ് ചാർജ്. Cl- അതിൽ OH-, ഹൈഡ്രോക്സൈഡ്. OH- എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് ആണ്. അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. OH- എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. ഓക്കെ, OH- ഹൈഡ്രോക്സൈഡ് അയോൺ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു ഇടി നടക്കും. ഇവിടെ പക്ഷേ ക്ലോറിനാണ് ശക്തി കൂടുതൽ. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ആരാ ഫോം ചെയ്യുക? ക്ലോറിൻ ആണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് എന്ത് ചെയ്യും? പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് റിയാക്ഷൻ എന്താ? 2Cl- എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് ഗിവ്സ് Cl2+ 2 ഇലക്ട്രോൺസ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. കാഥോഡിൽ പ്രൊഡ്യൂസ് ആവുന്നത് 2H2O+ 2 ഇലക്ട്രോൺ ഗിവ്സ് H2+ 2OH-. ഓക്കെ, അപ്പോൾ H3O+ അയോൺ അവിടെ എന്ത് ചെയ്യാണ്? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 റിയാക്ഷൻസും എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് സോഡിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷൻ പഠിച്ച പോലെ തന്നെ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷൻസും കൃത്യമായിട്ട് കാണാതെ പഠിക്കണം. ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ റിയാക്ഷനും
ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി നല്ല രീതിയിൽ എഴുതാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിന് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സെല്ല് വർക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇലക്ട്രോളിസിസിനുണ്ട്. അതിൽ ചില ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. നമ്മൾ ഇത് അടുത്ത ചാപ്റ്ററിൽ എന്തായാലും പഠിക്കും, എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്തായാലും പഠിക്കും. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് തന്നെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്നാണ്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസ് വെച്ച് ആണ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് ഉപയോഗിക്കുക. അടുത്ത, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. ഹൈഡ്രജൻ, ഓക്സിജൻ പോലെയുള്ള നോൺ മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് വാട്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ സംഭവിക്കും, അത് ഇലക്ട്രോളിസിസ് സംഭവിച്ചിട്ട് ഹൈഡ്രജൻ ഓക്സിജനും സ്പ്ലിറ്റ് ആവും. വാട്ടറിൽ നിന്ന് ഹൈഡ്രജൻ ഓക്സിജനും സ്പ്ലിറ്റായി വരും. അവിടെ ഇലക്ട്രോളിസിസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഹൈഡ്രജനെയും ഓക്സിജനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്. പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ എന്താണ് ഈ ഇലക്ട്രോളിസിസ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള പലതരം കോമ്പൗണ്ട്സ് നമ്മൾ ഇലക്ട്രോളിസിസ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. പല മെറ്റൽസിനെയും നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നതും എന്തുപയോഗിച്ചിട്ടാണ്, ഇലക്ട്രോളിസിസ് ഉപയോഗിച്ചിട്ടാണ്. കോപ്പർ, ഗോൾഡ് പോലെയുള്ള റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫൈൻ ചെയ്തെടുക്കുന്നത് ഇത്തരത്തിൽ ഇലക്ട്രോളിസിസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ ഇലക്ട്രോളിസിസ് ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്നതിനാണ് എന്താ പറയുക, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രോളിസിസ് ഇസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ എന്താ, ഇലക്ട്രോളിസിസ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു മെറ്റലിന് മുകളിൽ കോട്ട് ചെയ്യണം. ദിസ് പ്ലേറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഇംപ്രൂവിങ് ദ അപ്പിയറൻസ് ഓഫ് ദ മെറ്റൽ ആസ് വെൽ ആസ് പ്രിവെന്റിങ് കൊറോഷൻ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇരുമ്പിൻ്റെ മുകളിലൊക്കെ സിങ്കൊക്കെ കോട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ എന്താ, അതിൻ്റെ അപ്പിയറൻസ് കുറച്ചുകൂടി നന്നാവും. പിന്നെ അതിൻ്റെ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി മെറ്റലിൻ്റെ ലൈഫ് കൂട്ടാനൊക്കെ എന്ത് ചെയ്യും, ഇത്തരത്തിൽ കോട്ട് ചെയ്യുന്നത് സഹായിക്കും. ദ ആർട്ടിക്കിൾ ടു ബി കോട്ടഡ് ഇസ് ക്ലീൻഡ് ആൻഡ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അപ്പോൾ കോട്ട് ചെയ്യാനുള്ള ഒരു സംഗതി, ഇപ്പോൾ ചിലപ്പോൾ ഒരു എന്താ സ്വർണം പൂശുക എന്നൊക്കെ നമ്മൾ പറയില്ല, ഇങ്ങനെയാണ് സ്വർണ്ണമൊക്കെ പൂശുക. അതായത് എന്താ, ഒരു വളയാണെങ്കിൽ അല്ലെങ്കിൽ മാലയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആരാ ആക്ട് ചെയ്യുക, ആ ഒരു വസ്തുവാണ് ആക്ട് ചെയ്യുക. അതെ, സോൾട്ട് സൊല്യൂഷൻ ഓഫ് ദ മെറ്റൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ പ്യുവർ മെറ്റൽ അപ്പോൾ എവിടെയായിരിക്കും, ഒരു പ്യുവർ മെറ്റലിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ എവിടെ കോട്ട് ചെയ്യും, നമ്മുടെ ഇതിൽ ആനോഡായിട്ട് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ പ്യുവർ മെറ്റലായിരിക്കും ഉണ്ടാവുക. എ സോൾട്ട് സൊല്യൂഷൻ ഓഫ് ദ മെറ്റൽ ടു ബി കോട്ടഡ് ഇസ് ടേക്കൺ ആസ് എ ഇലക്ട്രോലൈറ്റ്. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി, അതുപോലെ ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ്, സിൽവർ പ്ലേറ്റഡ് യൂട്ടൻസിൽസ്. ഇതൊക്കെ എന്താണ്, ഈ സ്വർണം പൂശിയ മുക്കുവണ്ടം എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, ഇത്തരത്തിൽ ഇലക്ട്രോളിസിസ് വഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ്, ഒരു അയേൺ ബാങ്കിളിനെ, ഒരു ഇരുമ്പിൻ്റെ വളയുടെ മുകളിൽ നമ്മൾ ചെമ്പ് പൂശാണ്, കോപ്പർ പൂശാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ഇതാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് കോട്ടാണോ നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത്, ഏത് മെറ്റലാണോ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡായിട്ട് എടുക്കുന്നു. ഏതിൻ്റെ മേലിലാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡായിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെറ്റലിനെ, ഏത് മെറ്റലാണോ പൂശാൻ ഉദ്ദേശിക്കുന്നത്, ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ കോപ്പർ ആയതുകൊണ്ട് കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കോപ്പർ നമ്മൾ ഇലക്ട്രിസിറ്റി ഓണാക്കി കഴിയുമ്പോൾ കോപ്പർ റെഡ്യൂസ് ആയിട്ട്, കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, അത് അയൺ ബാങ്കിളിൻ്റെ മുകളിൽ കോപ്പർ എന്ന ഫോമിൽ Cu2+ എന്ന ഫോമിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിങ്ങനെ ട്രാവൽ ചെയ്ത് അയൺ ബാങ്കിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, എന്നിട്ട് കോട്ട ഇവിടെ ഉണ്ടാവുന്നത് Cu2+ ആണ്. ഇത് പോസിറ്റീവാണ്, ഇയാൾ എങ്ങോട്ട് അട്രാക്റ്റ് ആവും, ഈ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ആയിട്ട് ഇവിടെ ഫോം ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക, കോപ്പറിനെ കോട്ട് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കാഥോഡാണ്, ഇത് നമ്മുടെ ആനോഡാണ്. ഓക്കെ, ഇവിടെ ഉണ്ടാവുക Cu2+ അയോൺസ് ആണ്. ഈ Cu2+ ഇവിടെ വന്നിട്ട് കോപ്പറായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ കോപ്പറായിട്ട് മാറിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഇവിടെ ഇങ്ങനെ നിറം മാറിയിട്ട് അതിനൊരു കോപ്പറിൻ്റെ നിറം വരും. ഓക്കെ, കുറേ നേരം കഴിയുമ്പോൾ Cu2+ എല്ലാം വന്ന് ഇവിടെ പതിഞ്ഞിട്ട്
ഒരു കോപ്പറിൻ്റെ നിറം വരും. ഓക്കെ, ഇതാണ് സത്യത്തിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ. ഇനി ഇത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് വേണമെങ്കിൽ സിൽവർ പ്ലേറ്റ് ചെയ്യാം, ഗോൾഡൊക്കെ എന്ത് ചെയ്യാം, പ്ലേറ്റ് ചെയ്യാവുന്നത്, കോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിൽവർ ചെയ്യണമെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. രണ്ട് സംഗതികളിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സിൽവർ നമ്മൾ കോട്ട് ചെയ്യാനാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ, ഇതിലേതെങ്കിലും ഒന്നാണ് എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുക. ഗോൾഡ് ആണെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷനാണ് ഗോൾഡിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരെ സിൽവർ കോട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും, ഗോൾഡ് കോട്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, അവസാനമായിട്ടൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ സിൽവർ ഇത്തരത്തിൽ പ്ലേറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ നമുക്കൊരു ഡയഗ്രാം വരച്ച് നോക്കണ്ടേ? ഒരു ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഡയഗ്രാം വരക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബാറ്ററി വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി. എന്നിട്ട് ഈ ബാറ്ററിയിൽ നിന്ന് ഇവിടെയാണ് എന്ത് വരിക, നമ്മൾ കോട്ട് ചെയ്യേണ്ട മെറ്റൽ ഇവിടെ വരും. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ചെറിയ എൻഡ് നെഗറ്റീവും വലിയ എൻഡ് പോസിറ്റീവും. അതുപോലെ നമ്മൾ കോട്ട് ചെയ്യേണ്ട സാധനം, ഇപ്പോൾ വളയിലേക്കാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ വള ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇത് നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഇതൊരു പാത്രത്തിൽ അതിൽ ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇത് സിൽവറാണ് നമ്മൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ. ഓക്കെ, ഇനി സിൽവറാണ് ഇവിടെ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് സിൽവർ റോഡാണ്, ഇത് അയേൺ ബാങ്കിളാണ്. അയേണിൻ്റെ മേലെ സിൽവർ ആണല്ലോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇലക്ട്രോലൈറ്റായിട്ട് എന്താണ് എടുക്കേണ്ടത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കാം. ഓക്കെ, KN03 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയഗ്രാം. ബേസിക് ആയിട്ടൊരു ഡയഗ്രാം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ഒരു ഡയഗ്രാം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വരച്ച് വെച്ച് കഴിഞ്ഞാൽ റെഡി ആവും. ഇലക്ട്രോലൈറ്റ് സിൽവർ ആയതുകൊണ്ടാണ് സിൽവർ റോഡ് എന്ന് എഴുതിയത്. ഇനി ഗോൾഡ് ആണെങ്കിൽ AU ആണ് ഗോൾഡിൻ്റെ സിമ്പിൾ. AU റോഡ് എന്നാക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെതായ ഇലക്ട്രോലൈറ്റ്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഏതാണ്? സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ. സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ, അതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് ഇത്തരത്തിൽ എന്ത് വരയ്ക്കാൻ. നമുക്കൊരു ഡയഗ്രാം വരക്കണമെങ്കിൽ, ഇലക്ട്രോലൈറ്റ് സെല്ലിൻ്റെ ഒരു ഡയഗ്രാം വരക്കണമെങ്കിൽ ഇങ്ങനെയാണ് വരക്കുക. ആദ്യം നമ്മൾ സെല്ല് വരക്കുക, രണ്ട് ഇലക്ട്രോഡ്സും വരക്കുക. ഓക്കെ, ഇതിൽ ആനോഡ് ഏതാണ്? ഇലക്ട്രോലൈറ്റ് സെല്ലിൽ ആനോഡ് എപ്പോഴും പോസിറ്റീവ് ചാർജുള്ള ഇയാളാണ് ഇവിടെ ആനോഡ്, നെഗറ്റീവ് ചാർജുള്ള ഇയാൾ ഇവിടെ കാഥോഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രോളിസിസ്, ഇലക്ട്രോലൈറ്റിക് സെൽ, തുടർന്ന് ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇലക്ട്രോളിസിസ് എന്നും എങ്ങനെയാണ് ഇലക്ട്രോളിസിസ് വർക്ക് ചെയ്യുന്നതെന്നും അത് ഉപയോഗിച്ച് ഇലക്ട്രോലൈറ്റിക് സെൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെ എനർജി കൺവേർഷൻ നമ്മൾ ഗാൽവാനിക് സെല്ലിൽ പഠിച്ചത് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇവിടെ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ്. ഓക്കെ, അത് വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്താണ് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന എന്താണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മറ്റ് മെറ്റൽസിന് മുകളിൽ കോട്ട് ചെയ്യാനൊക്കെ അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, അതുപോലെ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നോൺ മെറ്റൽസും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടി ഇത്തരത്തിൽ ഇലക്ട്രോ കെമിസ്ട്രീനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രോ കെമിസ്ട്രീനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രിക്കുള്ള വാതിൽ നിങ്ങളുടെ മുമ്പിലൂടെ തുറന്നിട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ബാറ്ററികൾ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സംഗതി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാറ്ററിയുടെ വർക്കിങ്ങിനെ പറ്റിയും അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിലുള്ള ഇക്വേഷൻസ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത്, ഇതിലുള്ള ഓരോ സെല്ലിലെയും ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും സെറ്റായിട്ടുള്ള തിയറി പോർഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രോബ്ലംസ് കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ എന്തായിരിക്കും നിങ്ങൾക്കിനി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ.